ലിജോ, ഇപ്പോൾ ആരൊക്കെയാണ് അങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നത്? എന്തൊക്കെയാണ് അടുത്ത ക്രമീകരണങ്ങൾ, അടുത്ത ചടങ്ങുകൾ എന്തൊക്കെയാണ്? നടക്കാവിലുള്ള കൊട്ടാരം റോഡിൽ സിതാരയിലാണ് ഇന്നലെ മുതൽ MD ഉള്ളത്. MDയുടെ ഒരു അവസാന വരവ് വീട്ടിലേക്ക്. ഒരുപക്ഷെ മാധ്യമപ്രവർത്തകരടക്കം അവിടേക്ക് എത്തുമ്പോൾ വളരെ കർക്കശ നിലപാടുള്ള ഒരാൾ എന്ന നിലയിലാണ് നമ്മളെപ്പോഴും MDയെ കണ്ടിട്ടുള്ളത്. അവിടേക്ക് ഇന്ന് നിരവധി ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. 10 മണി കഴിയുമ്പോഴേക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ അവിടേക്ക് എത്തും. മുഹമ്മദ് റിയാസ്, AK ശശീന്ദ്രൻ അടക്കമുള്ള മന്ത്രിമാർ അദ്ദേഹത്തെ കണ്ട് അന്ത്യാഞ്ജലി അർപ്പിച്ച് അവിടെ നിന്ന് മടങ്ങിയിട്ടുണ്ട്. സർക്കാരിൻ്റെ ഒരു ആഗ്രഹം MDക്ക് പൂർണ്ണമായ ഔദ്യോഗിക ബഹുമതികളോടുകൂടെ അദ്ദേഹത്തിൻ്റെ സംസ്കാരം നടത്തണമെന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ കുടുംബമാണ് അന്തിമ തീരുമാനം എടുക്കേണ്ടത്. അക്കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് വളരെ വൈകാതെ തന്നെ അക്കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാകുമെന്നുള്ള കാര്യം ഇപ്പോൾ കളക്ടറും വ്യക്തമാക്കിയിട്ടുണ്ട്. എനിക്കൊപ്പം ഈ സനീഷും ടി മഹർഷൻ രണ്ടുപേരും ചേരുന്നുണ്ട്. ഇന്നലെ ഒരുപക്ഷെ അവിടെ നിന്ന് ഈ MDയുടെ മരണവിവരം അറിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ മുതൽ പല കഥാപാത്രങ്ങൾ മനസ്സിൽ വന്നിട്ടുണ്ടാവും. എങ്ങനെയായിരിക്കും? ഞങ്ങൾ സംസാരിച്ച് ഇന്നലെ രാത്രി വാർത്ത വന്ന് ഒരു 12 മണി വരെ അല്ലേ 12 മണി വരെ നമ്മളവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് യാത്ര ചെയ്ത് ഇങ്ങോട്ടേക്ക് പോരുന്നത്. അപ്പോൾ നമുക്കറിയാലോ, നമ്മൾ സ്വാഭാവികമായിട്ടും MDയെ പറ്റി സംസാരിക്കുമ്പോൾ, MDയെ പറ്റി നമ്മൾ വാർത്ത തുറന്ന് ചാനലുകൾ കാണുമ്പോൾ പറയാവുന്ന എല്ലാ കാര്യങ്ങളും, സാഹിത്യം, സിനിമ, ഭാഷ, എന്തൊക്കെ കാര്യങ്ങൾ കേരളത്തിൻ്റെ സമഗ്രമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപാടുണ്ടായിരുന്ന അല്ലെങ്കിൽ ഇടപെടലുണ്ടായിരുന്ന ആളാണല്ലോ MT വാസുദേവൻ നായർ. നമ്മളിപ്പോൾ ഇന്നിവിടെ രാവിലെ വന്ന് നോക്കുമ്പോൾ മനോരമയും മാതൃഭൂമിയും പ്രത്യേക പതിപ്പുകൾ ഇറക്കിയിട്ടുണ്ട്. ഇന്ന് പത്രമില്ലാത്ത ദിവസമാണ്. മനോരമയും മാതൃഭൂമിയും മോഹൻലാൽ രാവിലെ വന്ന് പോയി. അപ്പോൾ നമ്മുടെ മലയാളി എന്ന സ്വത്വത്തെ നിർണ്ണയിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം മനോരമ, മാതൃഭൂമി, മോഹൻലാൽ, മമ്മൂട്ടി, എങ്ങനെ നമ്മൾ മലയാളികളുടേത് എന്ന് കണക്കാക്കുന്ന എല്ലാ സംഗതികളും. ഇപ്പോൾ മനോരമയും മാതൃഭൂമിയും നമ്മുടെ സഹമാധ്യമ സ്ഥാപനങ്ങൾ എന്നതുപോലെ തന്നെ അവർ 100 വർഷങ്ങൾക്കപ്പുറത്ത് തുടങ്ങിയ, മലയാളിക്കൊപ്പം നടന്ന, ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന മലയാളികളെല്ലാം കണ്ട മാധ്യമ സ്ഥാപനങ്ങൾ കൂടെയാണല്ലോ, കൾച്ചറൽ ബിംബങ്ങൾ കൂടെയാണല്ലോ. അപ്പോൾ മമ്മൂട്ടി, മോഹൻലാൽ, മനോരമ, മാതൃഭൂമി എന്ന് തുടങ്ങി മലയാളികളുമായി ബന്ധപ്പെട്ട എല്ലാ സംഭവ വികാസങ്ങളെയും സ്വാധീനിക്കുകയും ഒരു പരിധിവരെ ഉണ്ടാക്കുകയും ചെയ്ത ആളാണ് MT വാസുദേവൻ നായർ. ഞാൻ പറയുന്ന ഭാഷ കൊണ്ട് പ്രവർത്തിക്കുന്ന മാധ്യമ സ്ഥാപനങ്ങളെ ഏറ്റവും ഒടുവിലത്തെ മാധ്യമ സ്ഥാപനമാണ്, നമ്മളെ ഏറ്റവും ഇളയ മാധ്യമ സ്ഥാപനമാണ് ന്യൂസ് മലയാളം. ഞാനും ഹർഷൻ, ലിജോവും നമ്മളെല്ലാം ഇരിക്കുന്ന ഈ മാധ്യമ സ്ഥാപനം നാട്ടുകാരെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ന്യൂസ് മലയാളത്തെ പോലും നിർണ്ണയിച്ചിരിക്കുന്ന ആളാണ് MT വാസുദേവൻ നായർ. കാരണം ഭാഷയിലെ ഇടപെടലിലൂടെ, നമ്മൾ ഭാഷ കൊണ്ടാണല്ലോ ഈ ജോലി ചെയ്യുന്നത്. അപ്പോൾ ഭാഷയുടെ ഇടപെടലിലൂടെ എന്ന് മാത്രമല്ല നമ്മുടെ ഈ ദൃശ്യ സംസ്കാരം നമ്മളിലേക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ആ കാര്യങ്ങൾ പഠിപ്പിച്ചെന്ന് MT വാസുദേവൻ നായരാണ്. അതുകൊണ്ട് MT വാസുദേവൻ നായർ അല്പസമയത്തിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ വരും. അപ്പോൾ കേരളത്തിൻ്റെ ആകെ സമാനതകളില്ലാത്ത ഒരു വിടവാങ്ങൽ എന്ന നിലക്ക് തന്നെ നമ്മൾ MT വാസുദേവൻ നായരുടെ ഈ യാത്രയെ കാണണം. അദ്ദേഹത്തിൻ്റെ ജീവിതം എന്നത് മലയാളിയുടെ ആകെ സമഗ്രമായിട്ടുള്ള ഇത്രയും കാലത്തെ കേരളം എന്ന അല്ലെങ്കിൽ മലയാളി എന്ന സ്വത്വത്തിൻ്റെ ആകപ്പാടെയുള്ളൊരു ബിംബമായിട്ട് MT വാസുദേവൻ നായരെ കാണണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് എല്ലാവരും വളരെ ആദരവോടുകൂടി ഇങ്ങനെ പത്രങ്ങളില്ലാത്ത ദിവസം പത്രത്തിൻ്റെ പതിപ്പുകൾ ഇറക്കിയിട്ടും കൊച്ചിയിൽ ഓഫീസിലുള്ള ആളുകൾ പറന്ന് കോഴിക്കോടേക്ക് വന്നിട്ടും മുഖ്യമന്ത്രിയും മമ്മൂട്ടിയും മോഹൻലാലൊക്കെ നേരിട്ട് എത്തിയിട്ടുമൊക്കെ ഈ ആദരവ് അർപ്പിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അതിൻ്റേതായിട്ടുള്ള ബഹുമാനത്തോടു കൂടി ഹർഷ എനിക്ക് തോന്നുന്നു നമ്മൾക്ക് ആളുകളിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്രയും കർക്കശയുള്ള ഒരാളാണ്. സ്വാഭാവികമായിട്ടും അവസാന ദിവസം ഒരു ചെക്കും കൂടെ വെച്ചു. അതായത് 25-ാം തീയതിയാണ് മരിക്കുന്നത്. ഇന്ന് പത്രമില്ലാത്തൊരു ദിവസമാണ്, പ്രിൻറ്റിങ് നടക്കാത്തൊരു ദിവസം. അങ്ങനെ കൂടി ചെയ്യുന്നതാണ്. ഒരു 50 വർഷം മുമ്പ് ഇത്തരത്തിൽ അദ്ദേഹം മരണക്കിടക്കയിലായിരുന്ന സമയത്ത് ഒബിച്ചറി എഴുതിയിട്ടുള്ള സ്ഥലത്ത് നിന്നാണ് അദ്ദേഹം അങ്ങനെ ഇല്ലാത്തൊരു ദിവസം തിരഞ്ഞെടുക്കുന്നത്, മരിക്കാൻ പോലും എന്നാണ് എനിക്ക് ചിന്തിച്ചപ്പോൾ തോന്നിയത്. അതല്ല, തീർച്ചയായിട്ടും. അതായത് അദ്ദേഹം ആഗ്രഹിച്ച മട്ടിലാണ് കാര്യങ്ങൾ നടന്നത് എന്നതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അദ്ദേഹം ഈ മാധ്യമങ്ങളിൽ ഇത്രത്തോളം വലിയ അദ്ദേഹത്തിൻ്റെ ഒരു വിടവാങ്ങൽ എന്നത് വല്ലാതെ ആഘോഷിക്കപ്പെടുന്നത് ഒരു പരിധിവരെ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല എന്നത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബവും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദീർഘസമയം അങ്ങനെ വലിയ ഔദ്യോഗിക ഔപചാരികമായിട്ടുള്ള ചടങ്ങുകളോടെയൊക്കെ അങ്ങനെ കടത്തിക്കൊണ്ട് പോകേണ്ടതില്ല. അദ്ദേഹത്തിൻ്റെ യാത്രയയപ്പ് മറ്റൊരു രീതിയിൽ തന്നെ ആവണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. ആ ആഗ്രഹത്തിനൊപ്പം നിൽക്കാനാണ് കുടുംബവും ആലോചിച്ചത്. ഇപ്പോൾ അതുകൊണ്ട് തന്നെ ദീർഘമായ സമയമല്ല, വൈകിട്ട് 4 മണിയോടെ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകും അദ്ദേഹം എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നതല്ലോ. ഔദ്യോഗിക ബഹുമതികൾ കൊടുക്കേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്കുമാണ് അവർ പോകുന്നത്. സർക്കാർ പക്ഷേ അതിനുള്ള ഒരു ശ്രമം നടത്തുന്നുമുണ്ട്. എന്തായാലും അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ താല്പര്യവും ആഗ്രഹവും അനുസരിച്ച് തന്നെയാണ് കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്നത്. നേരത്തെ സനീഷ് സൂചിപ്പിച്ചതുപോലെ ഇത് മലയാളിയുടെ ഭാവുകത്വത്തെ നിർവചിച്ച ഒട്ടേറെ സൃഷ്ടികളുടെ
എന്താണ് അത് ആ സൃഷ്ടികൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. അത് മാത്രമല്ല അദ്ദേഹം എല്ലാവരുടെയും ആളായിരുന്നു. എനിക്ക് അങ്ങനെയാണ് പറയാൻ തോന്നുന്നത്. കാരണം ഇപ്പോൾ സേതുവിന് ഇഷ്ടം സേതുവിനോട് മാത്രമായിരുന്നു എന്ന് ഇത് എം ടി വാസുദേവൻ നായരാണ് എഴുതിയത് എന്നറിയാത്തവർ പോലും നിരന്തരം ആവർത്തിക്കുന്ന ഒരു ഡയലോഗാണ്. ഏറ്റവും പുതിയ ജനറേഷനിൽ പെടുന്ന ആളുകളും അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ ഈ ഡയലോഗാണ് ആവർത്തിക്കുക. അത് കുറച്ചു മുമ്പ് ശാരദക്കുട്ടി എഴുതിയിരിക്കുന്നത് കണ്ട് എല്ലാ കാലത്തേക്കും സ്ത്രീകൾക്ക് എന്താണ് പറയാൻ പറ്റുന്ന ഒരു അല്ലെങ്കിൽ അതൊരു ആത്മകഥമാണ് യഥാർത്ഥത്തിൽ ആ നോവലിലുള്ളത്, പക്ഷേ ആ കഥയിലുള്ളത്. പക്ഷേ അത് എല്ലാ കാലത്തേക്കും ഒരു സ്ത്രീക്ക് പ്രയോഗിക്കാൻ പറ്റുന്ന തരത്തിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നതുകൂടിയാണ്. അത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ എല്ലാ തലത്തിലും നോക്കും. ഇത്രയും സംസാരിക്കുന്ന കാര്യത്തിൽ ലുബ്ധനായിരുന്ന ഒരു വ്യക്തിയാണോ ഇത്രയധികം നോവലുകൾ എഴുതിയത്? അത് 24ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുന്നുണ്ട്. അത് അന്ന് മുതൽ ഇങ്ങോട്ട് അദ്ദേഹം തുടർച്ചയായി ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നു. അന്ന് മുതലല്ല, അതിന് മുമ്പേ അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുന്നു. അതിനുശേഷം ഒരു കാലത്തും അദ്ദേഹം ഒരു 40 വയസ്സാകുമ്പോഴേക്കത്തേക്ക് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട സൃഷ്ടികളെല്ലാം അദ്ദേഹം പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷം അദ്ദേഹം സിനിമയിലേക്ക് കിടക്കുമ്പോഴും സിനിമയിൽ ഇപ്പോൾ നമ്മളെന്താ പറയുന്നത്, ഈ കാലത്ത് ഈ കലുഷമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ തനിഷ നമ്മളെപ്പോഴും പറയുന്നത് എന്താണ്, ഇപ്പോൾ നിർമാല്യം പോലെ ഒരു സിനിമ എടുക്കാൻ ആരെ കൊണ്ട് പറ്റും എന്നുള്ളതാണ്. നിർമാല്യം പോലെ ഒരു സിനിമ സംവിധാനം ചെയ്ത് അദ്ദേഹം പലപ്പോഴും എല്ലാവരും പറയുന്നുണ്ട് അദ്ദേഹം ഉറക്ക രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല എന്ന്. പക്ഷേ അത്ര സൂക്ഷ്മമായി വളരെ കൃത്യമായി മനുഷ്യൻ്റെ രാഷ്ട്രീയം ആ നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളിലൂടെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. എന്നാൽ പരസ്യമായി നിലപാട് സ്വീകരിക്കേണ്ട സമയത്ത് അത് വലിയ ആഘോഷമാക്കാതെ കൃത്യമായ നിലപാടുകൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമുക്കറിയാം പല ആവർത്തി എല്ലാവരും പറഞ്ഞു പോയിട്ടുള്ള കാര്യം തന്നെയായിരിക്കും. ഇപ്പോൾ തുഞ്ചൻ സ്മാരകത്തിൻ്റെ കാര്യമൊക്കെ എടുത്താൽ ഒരു 10-20 വർഷക്കാലം തുഞ്ചൻ സ്മാരകം പിടിച്ചെടുക്കുന്നതിനും അവിടെ താല്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങൾ വർഗീയ ശക്തികളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനെല്ലാം എത്ര കൃത്യമായിട്ടാണ് അദ്ദേഹം വരച്ച വരയ്ക്കപ്പുറം നിർത്തിയത് എന്നുള്ളത് നമ്മൾ കാണേണ്ടതാണ്. എല്ലാ അർത്ഥത്തിലും പലതരത്തിൽ അദ്ദേഹത്തെ ആക്രമിക്കാൻ ശ്രമിച്ചു. എന്തിനാണ് ഒരു 2 വർഷം മുമ്പ് വരെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഉയരുന്ന അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളിലും ചർച്ചകളിലുമെല്ലാം അദ്ദേഹത്തെ കൃത്യമായി ആക്രമിക്കാൻ ഇവിടെ രാഷ്ട്രീയ ശക്തികൾ മറച്ചു വെച്ച് പറയേണ്ട കാര്യമില്ല, ആ സംഘപരിവാർ ശക്തികളോ അല്ലെങ്കിൽ രാഷ്ട്രീയം പറയുന്ന ആളുകളൊക്കെ ആ നിലയ്ക്ക് അദ്ദേഹത്തെ കൃത്യമായി ആക്രമിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് എല്ലാ കാലത്തെയും മലയാളത്തിൻ്റെ ഏറ്റവും മഹാനായ ഒരു എഴുത്തുകാരനായി എല്ലാവരുടെയും പ്രചോദനമായി തന്നെയാണ് അദ്ദേഹം കടന്നു പോകുന്നത്. അദ്ദേഹം ഞാൻ ആദ്യം ലിജോ ചോദിച്ചതുപോലെ അദ്ദേഹം എങ്ങനെ ആഗ്രഹിച്ചോ ആ മട്ടിൽ തന്നെ. ഇപ്പോൾ ഇന്ന് ഈ 2 പത്രം ഇതൊരു പക്ഷേ മാതൃഭൂമിയും മലയാള മനോരമയും കോഴിക്കോടേക്ക് വേണ്ടി മാത്രം അടിച്ചതായിരിക്കും. കാരണം ബാക്കി എല്ലാ സ്ഥലത്തും ഏജന്റുമാർക്ക് ഇതൊന്നും എത്തിക്കാനൊന്നും കഴിയില്ല. പക്ഷേ കോഴിക്കോടേക്ക് വേണ്ടി അവർക്ക് പ്രത്യേകം പത്രം അച്ചടിക്കേണ്ടി വന്നു. ക്രിസ്മസ് ദിനത്തിന് പിറ്റേ ദിവസമാണ്, അതുകൊണ്ട് തന്നെ ഇന്ന് പത്രങ്ങളൊന്നും ഇറങ്ങുന്ന ദിവസമല്ല. പക്ഷേ അവർക്ക് പ്രത്യേകം പത്രം അച്ചടിക്കേണ്ടി വന്നു എന്നുള്ളതാണ് വസ്തുത. അതാണ് എം ഡി. അങ്ങനെ ഒരു എം ഡി ആണ് യഥാർത്ഥത്തിൽ 70 വർഷത്തോളമുള്ളൊരു സാഹിത്യ സബര്യ എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും കാലം നീണ്ടു നിന്നാണ്. ഒരു 24ാം വയസ്സിലെ നമ്മൾ പറയുമ്പോൾ അതാണെന്ന് പറയുമ്പോൾ അതിനു മുമ്പ് ഉള്ള മാതൃഭൂമി കഥാമത്സരത്തിൽ ഉണ്ട് വളർത്തുമൃഗങ്ങൾ എന്ന് പറഞ്ഞ ഒരു ചെറുകഥ വരുന്നു. അതിനുശേഷം എം ഡിയുടെ തന്നെ സുഹൃത്തുക്കളെല്ലാം ചേർന്ന് വിക്ടോറിയ കോളേജിൽ വെച്ച് വേറൊരു പുസ്തകം പ്രസിദ്ധീകരിക്കുന്നു, രക്തം പുരണ്ട മൺതരികൾ. അതിനുശേഷമാണ് വീണ്ടും ഒരു എഴുത്തുകാരെന്ന നിലക്ക് മാറുന്നത്. അപ്പോൾ ഓരോ ഇത്രയും മൗനിയായിരുന്ന, നേരത്തെ ഹർഷൻ പറഞ്ഞ പോലെ തന്നെ ഇത്രയും മൗനിയായിരുന്ന ഒരാളുടെ ഭാഗത്ത് നിന്ന് ഇത്രയും അക്ഷരങ്ങളും വാക്കുകളും പുറപ്പെട്ടു വരുന്നതിന് ഇപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ലോക സാഹിത്യത്തിൽ പോലും ഇങ്ങനെ ആളുകളൊന്നും അത്രയും അന്തർമുഖത്വത്തോടു കൂടി ജീവിച്ച എഴുത്തുകാർ വളരെ കുറവായിരിക്കും. അതെ. അതായത് ഏതാണ്ട് ഒരു 20ാമത്തെ വയസ്സിലാണ് ഈ ന്യൂയോർക്ക് ഹെറാൾഡ് ട്രിബ്യൂൺ എന്നൊരു മാഗസിന് ഒരു ലോക ചെറുകഥാ മത്സരം നടത്തുകയാണ്. അതിനകത്ത് ഇന്ത്യയിൽ നിന്ന് സമ്മാനം ലഭിക്കുന്ന ആളാണ് എം ടി വാസുദേവൻ. 20ാമത്തെ വയസ്സിൽ കോളേജ് പഠിച്ച് ഈ പറയുന്ന പുസ്തകം അതിനുശേഷമാണ് വരുന്നത്. 24ാമത്തെ വയസ്സിൽ എന്ന് വെച്ചാൽ നമ്മുടെ 24ാമത്തെ വയസ്സ് ഓർത്ത് നോക്കണം കേട്ടോ. നമ്മളൊക്കെ അങ്ങനെ 24ാമത്തെ വയസ്സിൽ നടക്കുന്ന കാലത്ത് എം ടി വാസുദേവൻ 4 കെട്ട് എന്ന് പറയുന്ന നോവൽ എഴുതി. വളർന്ന് വലിയ ആളാകും എന്ന് തുടങ്ങുന്ന നോവൽ എഴുതി. എന്നിട്ട് ആ നോവൽ 70 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം മരിച്ചു. ഇന്നലെ ഇപ്പോഴും ആളുകൾ വായിക്കുന്നുണ്ട്. 24ാമത്തെ വയസ്സിൽ അദ്ദേഹം എഴുതിയ നോവൽ 70 വർഷങ്ങൾക്കിപ്പുറം അദ്ദേഹം 91ാമത്തെ വയസ്സിൽ മരിച്ചത് കാലത്ത് പോലും ചെറുപ്പക്കാരടക്കമുള്ള ആളുകൾ വായിക്കുകയാണ്. അദ്ദേഹം മരിച്ച് മണ്ണടിഞ്ഞ് എത്രയോ കാലങ്ങൾ കഴിഞ്ഞാലും ആ നോവൽ വായിക്കും. ആ നോവലിലെ രാഷ്ട്രീയ പരിസരവും പരിസ്ഥിതിയും ആ നോവൽ പറയുന്ന പരിസ്ഥിതിയും കുടുംബ പശ്ചാത്തലങ്ങളും ഒക്കെ മാറിയിട്ടും മരുമക്കത്തായിരുന്നു മാറിയിട്ടും ചെറിയ അണുകുടുംബങ്ങളായിട്ട് മാറിയിട്ട് സമൂഹം ആകപ്പാടെ മാറിയിട്ട് മലയാളി എന്നത് ലോകത്തെല്ലായിടത്തും ചെന്ന് താമസിക്കുന്ന ആളായിട്ട് മാറുന്ന കാലത്ത് പോലും പക്ഷേ മലയാളി ഈ നോവൽ വായിക്കും. അദ്ദേഹം 24ാമത്തെ വയസ്സിൽ എഴുതിയ നോവൽ എന്ന് വെച്ചാൽ അദ്ദേഹം ഇപ്പോൾ ലിജോ പറഞ്ഞില്ലേ, അദ്ദേഹം എത്രമാത്രം വർക്ക് ചെയ്തു എന്നുള്ളത് അത്ഭുതകരമാണ്. അതായത് ഹർഷൻ നേരത്തെ അത് പറഞ്ഞു, ഏതാണ്ട് ഒരു 10-35 വയസ്സാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രധാനപ്പെട്ട നോവലും എഴുതിയിട്ടുണ്ട്.
സൈസിൽ വലുതായിട്ടുള്ള അസുരവിത്തും നാലുകെട്ടും കാലവും ഒക്കെ എഴുതി, വളരെ ചെറുതായിട്ടുള്ള മഞ്ഞ് എഴുതി, അങ്ങനെ നോവലുകൾ, അസാധ്യമായുള്ള ചെറുകഥകൾ എല്ലാം എഴുതിയിട്ട് അദ്ദേഹം സാഹിത്യത്തിൽ നിന്ന് മെല്ലെ മാറിയിട്ട് സിനിമയിലേക്ക് ഒരു 10-35 വയസ്സാകുമ്പോൾ എത്തി. എന്നിട്ട് കേരളം കണ്ട ഏറ്റവും വലിയ ഹിറ്റുകൾ, അതായത് നഖക്ഷതങ്ങൾ, പഞ്ചാഗ്നി, വടക്കൻ വീരഗാഥ പോലൊരു സിനിമ അക്കാലത്ത് ഇനി ആളുകൾക്ക് ആലോചിക്കാൻ പറ്റില്ല. വടക്കൻ വീരഗാഥ പോലൊരു സിനിമ ആളുകൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ അനിമേഷനും മറ്റുമൊക്കെ എടുത്തിട്ട് AI ഒക്കെ വെച്ചിട്ട് ചെയ്യാം. പക്ഷേ അക്കാലത്ത് അസാധ്യമായിട്ടുള്ള ഡയലോഗിലൂടെ മനുഷ്യൻ്റെ ഉള്ളിലേക്കും കടന്നു, പുറത്തുള്ള കാര്യങ്ങളും ചെയ്ത അസാധ്യമായിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ ഏത് സിനിമാക്കാരനും, സിനിമയിൽ മാത്രം പ്രവർത്തിച്ചിട്ടുള്ള ഏത് സിനിമാക്കാരനും അസൂയാവഹമായ വിധം ഹിറ്റുകൾ ഉണ്ടാക്കിയ, തിരക്കഥ എഴുതുകയും ആദ്യമായിട്ട് സംവിധാനം ചെയ്ത സിനിമയ്ക്ക് രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ വാങ്ങുകയും ചെയ്ത ആളാണ്. അപ്പോൾ എന്ന് വെച്ചാൽ സാഹിത്യത്തിൽ കനപ്പെട്ട കണ്ടൻറ്റ്, സിനിമയിൽ വളരെ കനപ്പെട്ട കണ്ടൻറ്റ്. അങ്ങനെ കേരളത്തിൻ്റെ കണ്ടൻറ്റ് ക്രിയേറ്റേഴ്സ് എന്ന് പറയാവുന്ന, നമ്മളിപ്പോൾ കണ്ടൻറ്റ് ക്രിയേറ്റേഴ്സ് എന്ന ആളുകളെ വിളിക്കുക, യൂട്യൂബിലൊക്കെ ഇതുണ്ട്. ഈ കണ്ടൻറ്റ് ക്രിയേറ്റേഴ്സിൻ്റെ ഗണമെടുത്താൽ കേരളത്തിൽ നിന്നുള്ള ഏറ്റവും വലിയ കണ്ടൻറ്റ് ക്രിയേറ്ററാണ് MT എന്ന് പറഞ്ഞാൽ അത് ഇപ്പോൾ അദ്ദേഹം മരിച്ചു കിടക്കുമ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് പറയുന്നതല്ല, അത് വസ്തുതയാണ്. അപ്പോൾ അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.